ടീനാസ് സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോൺസ് റോസ്റ്റ് ആണ്. അതിന് ഇൻഗ്രീഡിയൻസും കുറച്ച് മതി. ഒരു 10 മിനിറ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ട, സാധാരണ ഓയിൽ മതിയെങ്കിൽ നമുക്ക് സാധാരണ കുക്കിംഗ് ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയുടെ കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് തന്നെ നമ്മളൊരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തത് നമുക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നടുവേ കീറിയതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിലും കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 3 ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് പുളിയാണ്. അപ്പം ഞാൻ ഇച്ചിരി പുളി എടുത്ത് അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ആദ്യം കുതിരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ഏകദേശം ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കിനി നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടിനി നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് 3 പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ പച്ചമുളക് ചേർക്കാത്തവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിലോട്ടിനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് ഓൾറെഡി നല്ല സ്പൈസിയാണ്. പച്ചമുളകും ചില്ലി പൗഡറും പിന്നെ കുരുമുളകും കൂടെ ചേർത്തിട്ടുള്ള നല്ല എരിവാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ മസാല ഏകദേശം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. അതിലോട്ടിനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഓൾറെഡി പിടിച്ചു കഴിഞ്ഞ കൊഞ്ചിലോട്ട് അതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ടത് പുളിയുടെ വെള്ളമാണ്. അപ്പോൾ ഞാനത് അരിച്ച് ചേർക്കുവാണ്. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ അരിച്ചൊഴിക്കുന്നത്. പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചൊരു 4 തൊട്ട് 5 മിനിറ്റ് വരെയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കൊഞ്ച് വേവാൻ കുറച്ച് സമയം മതിയല്ലോ. അപ്പോൾ നമ്മളിതൊരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. കൊഞ്ച് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടുതലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഹെൽത്തി ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ്. അപ്പം എനിക്ക് പേഴ്സണലി നാടൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കറിവേപ്പില ആഡ് ചെയ്യുന്ന ഒരു മസ്റ്റാണ്. അപ്പം നമുക്കത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കൊഞ്ച് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലിനിയുള്ള വെള്ളം നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് മൂടി മാറ്റി കുറച്ച് നേരം ഇച്ചിരി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ച് നമുക്ക് നമ്മുടെ കൊഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് റെഡിയായി കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടോടെ ചോറിൻ്റെ കൂടെ നമുക്ക് വിളമ്പാം. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെൽ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ കാണാം. അപ്പം ആസ് ഓൾവേസ് കൈൻഡ്ലി സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ് ടീനാസ് സ്വന്തം അടുക്കള.